ആരാ പറു? പ്രിയഞ്ചേട്ടനെ വിളിക്കുന്നത്. നീ അമ്പലത്തിലേക്ക് വരാന്ന് പറഞ്ഞല്ലേ? ഫോൺ എടുത്തില്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാവും. നീ പ്രിയനോട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുമെന്ന് പറ. ഹലോ പ്രിയഞ്ചേട്ടാ. ആ മോളെ, നീ എന്താ ഫോൺ എടുക്കാത്തത്? നീ ഇപ്പൊ എവിടെത്തി? അത് ഞാൻ കുളിക്കായിരുന്നു. അത് കഴിഞ്ഞ് മുറിയിലേക്ക് വന്നപ്പോഴാ അമ്മ വിളിച്ചൊന്ന് കണ്ടത്. ഞാൻ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം. നീ ഇപ്പോഴാണ് കുളിക്കുന്നേ? എന്താ ഉത്തരവാദിത്വം? നീ ഒന്ന് മിണ്ടാ നിൽക്കും. അല്ല മോളെ, പൂജ തുടങ്ങാൻ ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ. നീ വേഗം വരാന്ന് പറഞ്ഞല്ലേ? ഞാൻ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാ അച്ഛൻ വിളിച്ചത്. ചേച്ചിയുടെ കല്യാണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചെന്ന് സമയം പോയി. ഞാൻ 10 മിനിറ്റിൽ എത്തിക്കോളാം. എന്നാ മോള് വേഗം വാ, ഞങ്ങൾ അമ്പലത്തിന്റെ മുമ്പിൽ കാത്തു നിൽക്കാം. അയ്യോ, അമ്മ എന്തിനാ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നേ? അമ്മ അമ്പലത്തിലേക്ക് കയറിക്കോളൂ, ഞാൻ അപ്പോഴേക്ക് എത്തിക്കോളാം. ശരി മോളെ, വേഗം വരണേ. ശരി അമ്മ. അവൾ എന്താ പറഞ്ഞേ? 10 മിനിറ്റിൽ എത്തിക്കോളാന്നാ പറഞ്ഞേ. നമ്മളോട് അമ്പലത്തിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. ഇതന്നെയല്ല ഞാനും പറഞ്ഞത്. ഞാൻ പറയുന്നതിന് ഒരു വിലയില്ല. മരുമോൾ പറഞ്ഞ മാത്രമേ കേൾക്കൂ. ദേ, ഞാൻ നിന്നോട് പറഞ്ഞു ഇത് അമ്പലമാണ്, ആവശ്യമില്ലാത്ത ഓരോന്ന് സംസാരിക്കരുതെന്ന്. ഡേയ്, വാ. മിണ്ടാതെ വാ. നീ അമ്പലത്തിലേക്ക് പോയില്ലെങ്കിൽ ശരിയാവോ? പ്രിയഞ്ചേട്ടനും അമ്മയ്ക്കും ഒരുപാട് വിഷമാവും. എനിക്കറിയാം, അവരെ ഞാൻ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ എനിക്കൊരു ലക്ഷ്യമുള്ളൂ. ഇനി ഈ അവസ്ഥയിലാക്കിയവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ഈ വീഡിയോ എനിക്ക് കണ്ടേ പറ്റൂ. നീ ഈ വീഡിയോ കാണിക്കേ. നീ ആദ്യം വാതിലും ജനലും എല്ലാം അടച്ചിട്ട് വാ. ഇത് വേറെ ആരും കാണരുത്. ശരി. എല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. എല്ലാം അടച്ചിട്ടിരിക്കുകയാണല്ലോ. എന്താടി ഇത്രയും സമയം എടുക്കുന്നത്? കുറച്ച് വലിയ ഫയലായതുകൊണ്ട് ഓപ്പൺ ആവാൻ സമയം എടുക്കും. ഓപ്പണായി. വേഗം വീഡിയോ പ്ലേ ചെയ്. നീ എല്ലാം ശ്രദ്ധിച്ചു നോക്കണം. സംശയം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ട അപ്പൊ തന്നെ പറയണം. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇതേ കണ്ടില്ലേ മുക്തയുടെ അമ്മ? ഇവിടെ വെച്ച അവര് അരവിന്ദ് സാറുമായിട്ട് മുക്തയുടെ കല്യാണം നിശ്ചയിച്ച കാര്യം പറഞ്ഞത്. നീ എന്താ പ്രിയനോട് ഇപ്പൊ ദേഷ്യപ്പെട്ടത്? പരിപാടിക്കിടയില് ആരോ എന്നെ വാപത്തി ആക്രമിക്കാനൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞില്ലേ? ഇത് കഴിഞ്ഞിട്ടുള്ളതാ. അത് ചെയ്തത് പ്രിയഞ്ചേട്ടനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ടാ ഞാൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്. അതിനർത്ഥം നിന്നെ ആക്രമിച്ച ആള് ഇപ്പോ പാർട്ടിയിൽ എത്തിക്കാണും. എല്ലാരും ശ്രദ്ധിച്ചു നോക്കിക്കോ. അയാൾ ഇതിനകത്ത് തന്നെ കാണും. പക്ഷെ ഞാൻ അയാളുടെ മുഖം കണ്ടിട്ടില്ലല്ലോ. സാരമില്ല,
നമുക്ക് വീഡിയോ മൊത്തത്തിൽ കാണാം. ആരെങ്കിലും സംശയം തോന്നുന്ന തരത്തിൽ പെരുമാറുന്നുണ്ടോ എന്ന് നോക്കിയാ മതി. പാർവതിക്ക് എന്നെ സംശയം തോന്നൂ. ഇവളിവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ അവളൊന്ന് പ്രാങ്ക് ചെയ്യാം. വാ. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ പ്രാങ്ക്? കൊല്ലോടി. അയ്യോ മുക്ത, സ്റ്റോപ്പ്. പുറത്ത് ആരും ഉണ്ട്. ഒന്നും മിണ്ടാത്ത പോടി. നിന്നെ കാർ ഇങ്ങോട്ട് വിളിച്ചത്. അത് മുക്തയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. നിങ്ങൾ വാ വാ. നിനക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ നിന്ന് എന്താ കുഴപ്പം? ഇത് നിന്റെ റൂമാണോ? കോമൺ ഏരിയ. ഞങ്ങൾ ഇവിടെ നിൽക്കയോ കിടക്കയോ ഡാൻസ് കളിക്കോ ചെയ്യും. നീ ആരടി ചോദിക്കാൻ? അവള് ചോദ്യം ചോദിച്ചതേ മുക്തയോടാ. അവൾക്ക് വേണ്ടി നീ ഉത്തരം പറയണ്ട. എല്ലാവരും ചോദ്യം ചെയ്യാൻ ഇവളെന്താ CBI ആണോ? ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? അവരെ എന്നോടല്ലേ ചോദിച്ചത്, അപ്പൊ ഞാൻ മറുപടി പറഞ്ഞോളാം. ഒന്നുമില്ല പാർവതി, നീ പെൻഡ്രൈവില് വീഡിയോ കാണാൻ ലാപ്ടോപ്പ് അന്വേഷിച്ച് നടക്കുമായിരുന്നില്ലേ? നിനക്കത് കിട്ടിയോ അതോ എന്റെ ലാപ്ടോപ്പ് വേണോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു? ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് കിട്ടി. നിന്റെ കരുതലിന് ഒരുപാട് നന്ദിയുണ്ട്. നിന്റെ വാലുകളെല്ലാം കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. ഡീ, ഈ ഇടായിട്ട് നിന്റെ നാക്ക് കുറെ നീളുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം നിന്നെ എന്റെ കൈ കിട്ടും. എന്തിനാ എന്തെങ്കിലും ആക്കുന്നേ? ഇന്ന് തന്നെ ആയിക്കോട്ടെ. ലേഡി ബ്രൂസ്ലി, യെസ്. തുടങ്ങിക്കോ. ഹിയ. ഷു. ഹി. ഷു. ഷു. ഹി. ഷു. ഷ. ഹി. ഷു. ഷു. ഹി. ഷു. ഷ. ഹി. ഭ്രാന്താടി, ഓടിക്കോ. അവരെ കൊണ്ടുള്ള ശല്യം ഇനി ഉണ്ടാവില്ല. പാറു, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, മുക്ത ഇങ്ങനെ എപ്പോഴും നിന്റെ പുറകെ നടക്കുന്നതിൽ എന്തോ ദുരൂഹതയുണ്ട്. ആദ്യം ഞാൻ കരുതിയത് അവൾക്ക് നിന്നെ പാര വെക്കാനുള്ള ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പൊ അവളുടെ ലക്ഷ്യം മറ്റു പലതും ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ വീഡിയോ മൊത്തമായി കണ്ടാൽ എനിക്ക് സംഭവിച്ചതില് ഇവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്ന് മനസ്സിലാവും. വാ.